നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി. ബില്യൺ ബീസിനെതിരെ പരാതി. ന്യൂമോണിയ ബാധിച്ച് പേരാമ്പ്ര സ്വദേശി മരിച്ചു. വടക്കൻ വീട്ടിൽ ജോസാണ് മരിച്ചത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാലക്കുന്ന് ആമക്കോട് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. തൃക്കൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വാർഷികാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ സേവനങ്ങൾ ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബില്യൺ ബീസ് എന്ന സ്ഥാപനമാണ് പണം തട്ടിയത്. ഇരിങ്ങാലക്കുടയിലെ ബില്യൺ ബീസ് എന്ന സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികളാണ് പോലീസിന് ഇതിനോടകം ലഭിച്ചിട്ടുള്ളത്. 150 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പ്രാഥമിക നിഗമനം. 1,95,00,000 രൂപ നിക്ഷേപിച്ച ആളുടെ പരാതിയിലാണ് പോലീസ് ആദ്യം കേസെടുത്തത്. സ്ഥാപന ഉടമകളായ നടുവരമ്പ് സ്വദേശി ബിബിൻ, ഭാര്യ ജയ്ദ, ബിബിന്റെ സഹോദരൻ സുബിൻ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. ബിബിൻ, ഭാര്യ ജയ്ദ, ബിബിന്റെ സഹോദരന്മാരായ സുബിൻ, ലിബിൻ എന്നിവരാണ് സ്ഥാപന ഉടമകൾ. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം 30,000 രൂപ ലാഭവിഹിതം തരാമെന്നും ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പറഞ്ഞായിരുന്നു തട്ടിപ്പ്. പ്രതികളുടെ അക്കൗണ്ടുകൾ വഴിയായിരുന്നു പണം സ്വീകരിച്ചിരുന്നത്. സ്ഥാപന ഉടമകൾ ദുബായിലേക്ക് മുങ്ങിയതായി നിക്ഷേപകർ പറയുന്നു. ഇരിഞ്ഞാലക്കുടയിൽ ബില്യൺ ബീറ്റ്സ് എന്ന ട്രേഡിംഗ് സ്ഥാപനം നടത്തുന്ന ബിബിൻ, അവരുടെ സഹോദരങ്ങളായ സുബിൻ, ലിബിൻ, വൈഫ് ജൈദ എന്നിവർ നടത്തുന്ന സ്ഥാപനത്തിൽ അവർ നിക്ഷേപം സ്വീകരിക്കുകയും അതിനുശേഷം പലിശയും തരാമെന്ന് പറഞ്ഞ് ഇപ്പോൾ 150 കോടിക്ക് മേലെ തട്ടിച്ച് അവരിവിടെ നിന്ന് ദുബായിലേക്ക് മുങ്ങിയിരിക്കുകയാണ്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ നിക്ഷേപം സെപ്റ്റംബർ 23-നാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് 4 മാസം കറക്റ്റായിട്ട് അവർ ബാങ്കിലേക്ക് തന്നിരുന്നു. അതിനുശേഷം ഡിലേ വന്ന് ചോദിച്ചിട്ട് 1-2 പ്രാവശ്യം നമ്മൾ 10 പ്രാവശ്യം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് 1-2 പ്രാവശ്യം തന്നത്. അതിനുശേഷം പരിപൂർണമായും ആ പൈസ അവർ തരാതിരിക്കുകയും പിന്നെ എല്ലാം കൂടി സെറ്റിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് ശേഷം അവർ മുങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. 32 പരാതികളാണ് തൃശൂർ റൂറൽ SP-ക്ക് കൈമാറിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സ്ഥാപനത്തിനെതിരെ നിരവധി പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ന്യൂമോണിയ ബാധിച്ച് പേരാമ്പ്ര സ്വദേശി മരിച്ചു. വടക്കൻ ജോസാണ് മരിച്ചത്. 64 വയസ്സായിരുന്നു. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം നടത്തി. ഷീനയാണ് ഭാര്യ. ക്ലിന്റൺ, ഡോക്ടർ കൊഞ്ചിത, അലൻ എന്നിവർ മക്കളും. ആതിര, നിതിൻ എന്നിവർ മരുമക്കളുമാണ്. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാലക്കുന്ന് ആമക്കോട് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രം ആശ്രയിച്ചു കഴിയുന്ന 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. അളഗപ്പനഗർ പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശമായ പാലക്കുന്ന് ആമക്കോട് മേഖലയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കാലപ്പഴക്കം ചെന്ന പൈപ്പുകൾ പലയിടത്തും പൊട്ടിയ നിലയിലാണ്. 2 മാസമായി കടുത്ത കുടിവെള്ളക്ഷാമമാണ് പ്രദേശത്തുള്ളവർ അനുഭവിക്കുന്നത്. പണം കൊടുത്ത് കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിലാണ് പ്രദേശത്തുകാർ. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മറ്റുമായി താഴ്ന്ന പ്രദേശത്തെ പാടത്തുള്ള കിണറിലെ വെള്ളമാണ് ഇവർക്ക് ഏക ആശ്രയം. പലപ്പോഴും രാത്രി ഏറെ വൈകി പൈപ്പ് വഴി 1 മണിക്കൂറോളമാണ് വെള്ളം തുറന്നുവിടുന്നത്. പൈപ്പുകൾ പലയിടത്തും പൊട്ടിയതിനാൽ ഉയർന്ന പ്രദേശമായ ഇവിടേക്ക് വെള്ളമെത്തുന്നത് വളരെ കുറഞ്ഞ ശക്തിയിലാണ്. ആഴ്ചയിലൊരിക്കൽ 950 രൂപ നൽകി ടാങ്കറിൽ വെള്ളമെത്തിച്ചാണ് പല വീടുകളിലും ഉപയോഗിക്കുന്നത്. രാത്രി ജോലി കഴിഞ്ഞെത്തിയാൽ ഉറക്കം നഷ്ടപ്പെടുത്തി പൈപ്പിന് മുന്നിൽ വെള്ളത്തിനായി കാവലിരിക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ വീട്ടമ്മമാർ. നിരവധി തവണ അധികൃതരെ കണ്ട് പരാതി നൽകിയെങ്കിലും
പൈപ്പുകൾ അറ്റകുറ്റപ്പണി തീർത്താൽ വെള്ളം എത്തുമെന്ന ഉഴുക്കൻ മറുപടിയാണ് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. വേനൽ കൂടുതൽ കടുക്കുന്നതോടെ വെള്ളം ലഭിക്കുന്ന ഇടവേളകൾ വർദ്ധിക്കും. ഇതിനിടയിലുള്ള ദിവസങ്ങൾ കുടിക്കാനും കുളിക്കാനും വസ്ത്രം കഴുകാനും കൂടുതൽ വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് പ്രദേശത്തുള്ളവർ. ഈ ഭാഗത്തേക്ക് വെള്ളത്തിന്റെ വരവ് ഭയങ്കര കുറവാണ്. എന്നുവെച്ചാൽ പൈപ്പ് വെള്ളത്തെ ആശ്രയിച്ചാണ് മിക്ക വീടുകളും ഇവിടെ ഉള്ളത്. പക്ഷെ വെള്ളം വരവില്ല. 1 മാസമല്ല 2 മാസത്തിലേറെ ശരിക്കും ഞങ്ങൾക്ക് ഈ ഭാഗത്തേക്ക് വെള്ളം കിട്ടിയിട്ട്. പകുതി ഇവിടെ താഴെ വരെ വന്നാലും ഞങ്ങൾക്ക് 3-4 വീട്ടുകാർക്ക് മുകളിലേക്ക് അങ്ങോട്ട് കയറി വരുന്നില്ല വെള്ളം. കഴിഞ്ഞ ആഴ്ച വരെ ഒരു 10-12 പ്രാവശ്യം വിളിച്ചാലും അവർ ഫോണേ എടുക്കില്ല. എടുത്തു കഴിഞ്ഞാൽ പൈപ്പ് പൊട്ടിക്കാണ്, ശരിയാക്കി കഴിഞ്ഞാൽ വെള്ളം വിടും. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ പൈപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു, ഞായറാഴ്ച വെള്ളം വിടാന്ന് പറഞ്ഞു, വെള്ളം വിട്ടില്ല. വിളിച്ച് പരാതി പറയണതിന് ഒരു കുറവുമില്ല. പക്ഷെ നമുക്ക് നല്ലൊരു ഇത് ഇങ്ങോട്ട് കിട്ടണില്ല, വെള്ളം വരുന്നില്ല. ഞങ്ങൾക്ക് കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അലക്കാൻ അവിടെ താഴെ ഒരു പൊട്ടക്കുളമുണ്ട്, അവിടെ പോയിട്ടാണ് ഞങ്ങൾ അലക്കിയിട്ട് വരുന്നത്. ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല വെള്ളം. പിന്നെ രാത്രിയൊക്കെ വരുന്നുണ്ടോന്ന് ഞാൻ അറിയണില്ല. കിണറൊക്കെ വറ്റി പോയില്ലേ, ജനുവരി ആകുമ്പോഴേക്കും പറ്റും. കുറച്ച് നാളായിട്ട് തീരെ വെള്ളം വരുന്നില്ല. അവസരമാണ്. എനിക്ക് 61 വയസ്സായി. എനിക്ക് കുടിക്കാൻ വെള്ളമില്ല. വെള്ളം രാത്രി 1 മണിക്ക് വിടും. വെള്ളം വരുന്നത് പൈപ്പില് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ മോട്ടർ വിടുന്നുള്ളവര്. അത് വെള്ളം റോട്ടില് പായർക്ക് വീട്ടിലൊക്കെ വെട്ടി റോഡ് വെള്ളം ലീക്കായി പോയാൽ മോട്ടർ നിർത്തുക. അപ്പൊ നമുക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ട് വളരെ ഭക്ഷണത്തിന് കഴിയുന്നു. ആരും ചോദിക്കാനും ഇല്ല, പറയാനില്ല. ഇവിടുത്തെ പൈപ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ പൊട്ടി വെള്ളം ലീക്കായി പോകുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് തന്നെ, വാട്ടർ ടാങ്കിൻ്റെ ഇപ്പം നിലവിലുള്ള വാട്ടർ ടാങ്കിൻ്റെ തൊട്ട് അതിന് മേലേക്ക് കയറുമ്പോൾ ഒരു വഴിയുണ്ട്, ഒരു കോൺക്രീറ്റ് ചെയ്ത വഴി, അവിടെയും പൊട്ടിപ്പോകണം. പിന്നെ അമ്പലത്തിൻ്റെ താഴെ, അങ്ങനെ പലതെങ്കിലും പൊട്ടിപ്പോകുമ്പോൾ കയറ്റമുള്ള സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറാൻ ബുദ്ധിമുട്ട് സ്വാഭാവികമായിട്ടും വരില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. പിന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാൽവ്, അവിടുത്തെ വാൽവ് അടയ്ക്കലും തുറക്കലും. ഒരു വ്യക്തിയുടെ കാര്യം കഴിയുമ്പോൾ ആ വ്യക്തി പൂട്ടിയിടുക. വ്യക്തിനെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആ പരിപാടി നിർത്തുക. വാൽവ് തുറന്നിട്ട് വെള്ളം വേസ്റ്റ് ആവട്ടെ. അപ്പോൾ ചിലപ്പോൾ ഈ താഴത്തുള്ളവരെ വെള്ളം പൂട്ടി കഴിയുമ്പോൾ പൊക്കത്തിലുള്ളവർ വെള്ളം കിട്ടും സ്വാഭാവികമായിട്ട്. അതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ. വെള്ളം ഇതുവരെയ്ക്ക് നമുക്ക് കിട്ടിയില്ല. പൈപ്പ് കണക്ഷൻ വന്നിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളം വരെ ഇതുവരെയ്ക്ക് നമുക്ക് കിട്ടിയില്ല. വണ്ടി വെള്ളം അടിച്ചിട്ടാണ് നമ്മള് കാര്യം നിൽക്കുന്നത്. കേറ്റിലടിച്ചിട്ടാണ് വെള്ളം നമ്മള് നിൽക്കുന്നത്. 5 ദിവസം കൂടുമ്പോ വെള്ളം അടിക്കാൻ നിൽക്കണം. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. 61 ബ്ലോക്ക് ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. മുൻ MLA MK പോൾസൺ, ഡിസിസി സെക്രട്ടറിമാരായ TM ചന്ദ്രൻ, സെബി കൊടിയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, UDF ചെയർമാൻ ജോസ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് രജനി സുധാകരൻ, രഞ്ജിത്ത് കൈപ്പിള്ളി, KJ ജോജു, M ശ്രീകുമാർ, ഷാജു കാളിയേങ്കര എന്നിവർ പ്രസംഗിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ ആയുഷ്മാൻ ആരോഗ്യമന്ദിറിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, മേഴ്സി സ്കറിയ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമീഷ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വാർഷികാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ മികവാർന്ന നേട്ടങ്ങൾ കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാര വിതരണം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി നിർവഹിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവ് ശ്രീഷ്മ ചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. പ്രധാനാധ്യാപിക M മഞ്ജുള, PTA പ്രസിഡന്റ് KK കൃഷ്ണകുമാർ, സ്റ്റാഫ് സെക്രട്ടറി MD ഡിംപിൾ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, പഞ്ചായത്ത് അംഗം ഷൈനി ബാബു, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രാജ്കുമാരി രാജൻ, ഫെഡറൽ ബാങ്ക് കോടാലി ബ്രാഞ്ച് മാനേജർ M ദിവ്യ, MPTA പ്രസിഡന്റ് സുരേഖ ഷോബി, റിട്ടയർഡ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി VH മായ, സീനിയർ അധ്യാപിക PP അജിത, സ്റ്റാഫ് പ്രതിനിധി ആശ തോമസ്, സ്കൂൾ ചെയർപേഴ്സൺ MS ഭദ്ര എന്നിവർ പ്രസംഗിച്ചു. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും സ്കൂൾ ലൈബ്രറിക്ക് അനുവദിച്ച പുസ്തകങ്ങളും KK രാമചന്ദ്രൻ MLA വേദിയിൽ വെച്ച് കൈമാറി. 13,500 രൂപ വിലമതിക്കുന്ന പുസ്തകങ്ങളാണ് കൈമാറിയത്. ചടങ്ങിൽ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രത്യേക കലാപരിപാടി വിഭജിക 2025 ശ്രദ്ധേയമായി.
ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ സേവനങ്ങൾ ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവരെയും ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയും ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഈ കൂട്ടായ്മ ലക്ഷ്യം വെക്കുന്നത്. ഇവർക്ക് വേണ്ട നിയമസഹായങ്ങൾ, ആരോഗ്യ ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾ, പുതിയ ടെക്നോളജികൾ മനസ്സിലാക്കാൻ സൗഹൃദ ക്ലാസുകൾ, യാത്രാ സേവനങ്ങൾ, വിനോദ പ്രവർത്തനങ്ങൾ, കൗൺസിലിംഗ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഗോൾഡൻ ഏജിലൂടെ സാധ്യമാവുകയെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 നടക്കുന്ന ചടങ്ങിൽ ക്രിസ് ഗോൾഡ് ഡയറക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി ഉദ്ഘാടനം നിർവഹിക്കും. വെണ്ടൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ലാസർ താണിക്കൽ അധ്യക്ഷനാകും. ഡോക്ടർ ജെറി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തും. വെണ്ടൂർ ജംഗ്ഷന് സമീപം പള്ളി റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 8714050777 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ നെപ്പോ ചിറമ്മൽ, ജേസൺ മഞ്ഞളി, ആന്റോ മഞ്ഞളി, ജോസ്, ബിന്ദു ജോസഫ് എന്നിവർ പങ്കെടുത്തു. നമ്മളിപ്പോ നാളെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വരുന്ന രോഗികളല്ലാത്ത അതിൽ വയോജനങ്ങളിൽ നിന്ന് അവരുടെ അഭിപ്രായങ്ങളെല്ലാം ശേഖരിച്ച് നമുക്ക് പറ്റാവുന്ന കുറച്ച് സേവനങ്ങൾ നമ്മളിപ്പോ ആദ്യം തന്നെ ഇപ്പോ മെഡിക്കൽ ചെക്കപ്പ് നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ സൗജന്യമായി ഡോക്ടർമാർ വന്ന് സേവനം ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജയ്സൺ പറഞ്ഞല്ലോ, നമ്മുടെ ഈ 23-ാം തീയതി ഞായറാഴ്ച 3 മണിക്കാണ് അതിന്റെ ഉദ്ഘാടനം വെച്ചിട്ടുള്ളത്. അതിന് വരുന്നത് നമ്മുടെ അഡ്വക്കേറ്റ് ഫാദർ ലാസർ താണിക്കലാണ്, ഡോക്ടർ ജെറി, വർഗീസ് കരിപ്പേരി ഇവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. ഗോൾഡൻ ഏജ് ഗ്രൂപ്പ് എന്ന ഈ സംയുക്ത പ്രോഗ്രാമിനെ വളരെയധികം ഭംഗിയോടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു മെഡിക്കൽ സ്റ്റാഫായ എന്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ സഹകരണവും ഈ സംഘടനയോടുണ്ടായിരിക്കും. ജീവിത സായാഹ്നത്തിൽ വിവിധ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഉൾപ്പെടുന്ന ഹെൽത്ത് ചെക്കപ്പ്, മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയ ടെസ്റ്റുകളും മറ്റു വിവിധ ടെസ്റ്റുകളും മാനസിക പിന്തുണയ്ക്ക് ആവശ്യമായ കൗൺസിലിംഗും ഗോൾഡ് ഏജ് കെയർ സാധ്യമാക്കുന്നുണ്ട്. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചുവെന്നാരോപിച്ച CPM കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തി. സെക്രട്ടറി PK ശിവരാമൻ ക്യാപ്റ്റനായും KJ ഡിക്സൺ വൈസ് ക്യാപ്റ്റനായും MR രഞ്ജിത്ത് മാനേജരുമായുള്ള ജാഥ വെള്ളിക്കുളങ്ങരയിൽ നിന്നും ആരംഭിച്ചു. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം കൊടകര പഞ്ചായത്തിലെ വല്ലപ്പാടിയിൽ ജാഥ സമാപിച്ചു. ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ EK അനൂപ്, സരിത രാജേഷ്, PR പ്രസാദൻ, MV സതീഷ് ബാബു, PR വിഷ്ണു, PC ഉമേഷ്, അമ്പിളി സോമൻ, PK രാജൻ, CV രവി, അൻവർ സാദിഖ് എന്നിവർ സംസാരിച്ചു. വല്ലപ്പാടിയിൽ നടന്ന സമാപന യോഗത്തിൽ KC ജെയിംസ് അധ്യക്ഷനായിരുന്നു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. വാസുപുരം സ്വീകരണ യോഗത്തിൽ ജൈവ കൃഷിയിൽ ജില്ലാതലത്തിൽ പുരസ്കാര ജേതാവായ വിനയൻ തൊഴുത്തുപറമ്പിലിനെ ജാഥ ക്യാപ്റ്റൻ PK ശിവരാമൻ അനുമോദിച്ചു. സഹ്യന്റെ മക്കളുടെ സഹജീവി സ്നേഹത്തിന് ശില്പഭാഷ്യമൊരുക്കിയിരിക്കുകയാണ് കോടാലി സ്വദേശിയായ യുവ കലാകാരൻ നികേഷ്. ആനകളെ അതിരറ്റ് സ്നേഹിക്കുകയും തെർമോക്കോളും ഫൈബറും മറ്റും ഉപയോഗിച്ച് ചലിക്കുന്ന ആനകളുടെ ശില്പങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന നികേഷ് ഈയിടെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ട ഹൃദയസ്പർശിയായ ഒരു ദൃശ്യത്തെ കളിമണ്ണ് കൊണ്ട് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സിക്കാനുള്ള വനം വകുപ്പിന്റെ ദൗത്യത്തിനിടെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാന തുമ്പിക്കൈ കൊണ്ട് താങ്ങി നിർത്തിയ ദൃശ്യമാണ് നികേഷ് മെനഞ്ഞെടുത്തിട്ടുള്ളത്. ടെലിവിഷൻ ചാനലുകളിൽ കണ്ട ഈ സഹജീവി സ്നേഹത്തിന്റെ കാഴ്ച മനസ്സിൽ മായാതെ നിന്നതാണ് കളിമണ്ണിൽ ഈ കാട്ടുകൊമ്പന്മാരെ രൂപപ്പെടുത്താൻ ഇടയാക്കിയതെന്ന് നികേഷ് പറഞ്ഞു. ഇപ്പൊ ഈ ശില്പം ഉണ്ടാക്കാനുള്ള സാഹചര്യം വന്നത് ഇപ്പൊ ഈ അടുത്തിടെ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. ആ മുറിവേറ്റൊരു ആനനെ സംരക്ഷിക്കാനായിട്ട് അതിന്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. നമ്മൾ TV-ലും മറ്റു കാര്യങ്ങളിലും കണ്ടിരുന്നതാണ്. തൊട്ട് ദിവസങ്ങളിൽ ആനനെ മയക്കുവെടി വെച്ച് ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു വീഡിയോ നമ്മൾ കാണാനിടയായിട്ടുണ്ട്. അതില് മുറിവേറ്റ ഈ ആനനെ മയക്കുവെടി വെച്ചപ്പോ അതിനൊരു സംരക്ഷണം എന്ന നിലയില്, അതിനൊരു കരുതൽ എന്ന നിലയില് മറ്റൊരു ആന, ഏഴാട്ടുമുഖം ഗണപതി എന്ന് പറഞ്ഞൊരു ആന, അപ്പൊ അങ്ങനെ കണ്ടപ്പോ അതൊരു ശില്പമാക്കി ചെയ്യണമെന്ന് എന്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശില്പം ചെയ്യാനായിട്ട് തുനിഞ്ഞത്.
കാട്ടുകൊമ്പന്മാരുടെ സഹജീവി സ്നേഹം പ്രകടമാക്കുന്ന ദൃശ്യം ശില്പമാക്കിയതിനു തൊട്ടു പിന്നാലെ മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാന ചരിഞ്ഞതായുള്ള വാർത്ത എത്തിയത് ഈ യുവ കലാകാരനെ ഏറെ സങ്കടപ്പെടുത്തുകയാണ്. ചെറുപ്പം മുതലേ ആനകളെ ഇഷ്ടപ്പെടുന്ന നികേഷ് ആനകളുടെ ചിത്രം വരയ്ക്കുന്നതിലും ശില്പങ്ങൾ മെനയുന്നതിലും വിദഗ്ധനാണ്. കുട്ടിക്കാലത്ത് ഉത്സവങ്ങൾക്ക് പോകുമ്പോൾ ആനകളെ സസൂക്ഷ്മം നിരീക്ഷിച്ചിരിക്കുന്നതിൽ നിന്നാണ് ഗജശില്പങ്ങൾ നിർമ്മിക്കാനുള്ള മോഹം ഉണ്ടായത്. യഥാർത്ഥ ആനകളുടെ വലിപ്പവും രൂപവുമുള്ള 5ഓളം കരിവീരന്മാരെ നികേഷ് ഇതിനകം നിർമ്മിച്ചിട്ടുണ്ട്. നികേഷ് രൂപം നൽകിയ ചേക്കിലെ മാധവൻ എന്ന ഗജശില്പം ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. യന്ത്രസഹായത്തോടെ തുമ്പിക്കൈ ഉയർത്തുകയും ചെവികളാട്ടുകയും മസ്തകം കുലുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളതായിരുന്നു ഇത്. ചലിക്കുന്ന ഒട്ടകത്തെയും ഈ യുവശില്പി നിർമ്മിച്ചിട്ടുണ്ട്. ദേശീയ ഗെയിംസിൽ ഭാരോദ്വഹനത്തിൽ ഗോൾഡ് മെഡൽ നേടിയ സുഫ്ന ജാസ്മിനെയും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി പദ്യം ചൊല്ലൽ, മാപ്പിളപ്പാട്ട് എന്നീ ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ മുഹമ്മദ് അജ്സലിനെയും അനുമോദിച്ചു. വരന്തരപ്പള്ളിയിൽ നടന്ന അനുമോദന യോഗം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റോസിലി തോമസ്, അഷ്റഫ് ചാലിയത്തോടി എന്നിവർ സംസാരിച്ചു. പറവരങ്ങത്ത് സലീം, ഖദീജ ദമ്പതികളുടെ മകളാണ് സുഫ്ന ജാസ്മിൻ. കന്നട്ടുപാടം ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ മുഹമ്മദ് അജ്സൽ കോഴിപ്പുറത്ത് വീട്ടിൽ ഷിഹാബുദ്ദീന്റെയും ഹസീനയുടെയും മകനാണ്. പിറവി കലാ സാംസ്കാരിക വേദി ആൻഡ് വായനശാല നാടിപ്പാറയുടെ ആഭിമുഖ്യത്തിൽ റെഡ് ബുക്ക് ഡേ ലോക മാതൃഭാഷാ ദിനം ആചരിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം NP അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് NS വിദ്യാധരൻ അധ്യക്ഷനായിരുന്നു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് വൈസ് പ്രസിഡന്റ് MK ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം MP ജോഷി, BS സുബീഷ്, TM ശിഖാമണി എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് വേനൽ കടുത്തതോടെ ശീതളപാനീയങ്ങളുടെയും വിവിധ പഴവർഗ്ഗങ്ങളുടെയും വിൽപ്പന സജീവമായി. കടുത്ത ചൂടിൽ നിന്ന് രക്ഷ തേടാൻ പഴങ്ങളും ജ്യൂസുകൾക്കുമായി ആവശ്യക്കാരേറി. വിവിധയിനം തണ്ണിമത്തനുകൾ, സീഡ്ലെസ് മുന്തിരികൾ, ഓറഞ്ച്, കരിക്ക്, സോഡ സർബത്ത് തുടങ്ങിയവയ്ക്കാണ് ആവശ്യക്കാരേറെയും എത്തുന്നത്. ഇതിനെ തുടർന്ന് വിപണിയിൽ പഴങ്ങളുടെ വില നേരിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ജലാംശം കൂടുതലുള്ള പഴവർഗ്ഗങ്ങൾക്കാണ് ആവശ്യക്കാരേറെയും. ആവശ്യക്കാരേറെയുള്ള കിരൺ തണ്ണിമത്തന കിലോയ്ക്ക് 35 രൂപ മുതൽ 45 രൂപ വരെ വിലയിലാണ് കച്ചവടം പൊടിപൊടിക്കുന്നത്. സാധാ തണ്ണിമത്തന 25 രൂപ മുതലാണ് വില. ഓറഞ്ച്, കുരുവില്ലാത്ത മുന്തിരി എന്നിവയ്ക്കും വിൽപ്പന കൂടുതലാണ്. ഓറഞ്ചിന് ഗുണനിലവാരമനുസരിച്ച് 100 മുതലാണ് വില. മുന്തിരി തരമനുസരിച്ച് 130 മുതൽ 200 രൂപ വരെയാണ് വിൽപ്പന. പൈനാപ്പിൾ കിലോയ്ക്ക് 60 രൂപയും പപ്പായയ്ക്ക് 40 രൂപയും ആപ്പിളിന് 180 മുതൽ 260 രൂപ വരെയുമാണ് നിരക്ക്. വഴിയോരങ്ങളിലായി ശീതളപാനീയത്തിന്റെയും സംഭാരത്തിന്റെയും വിൽപ്പനയും തകൃതിയായി നടക്കുന്നുണ്ട്. ഇതിനു പുറമെ കരിക്ക്, കരിമ്പ് ജ്യൂസ് എന്നിവയ്ക്കും ഡിമാൻഡ് വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് തണ്ണിമത്തൻ ജ്യൂസിന് 25 മുതൽ 35 രൂപയാണ് ഈടാക്കുന്നത്. കരിക്കിന് 45 രൂപയാണ് നിരക്ക്. ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കം ഈ മേഖലയിൽ സജീവമാണ്. ചൂട് കൂടുന്നതിനനുസരിച്ച് ആവശ്യക്കാരേറുമ്പോൾ കച്ചവടം ഇനിയും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. കേരള കാശി എന്നറിയപ്പെടുന്ന മറ്റത്തൂർ 9 സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും ഫെബ്രുവരി 26 ബുധനാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതമെടുത്തു വരുന്ന ഭക്തജനങ്ങൾക്ക് കൈലാസനാഥന്റെ ശ്രീകോവിലിന് അകത്ത് പ്രവേശിച്ച് അഭിഷേകവും അർച്ചനയും നടത്താവുന്നതാണ്. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് സമൂഹ അഭിഷേകം. രാവിലെ 5 മുതൽ ചടങ്ങുകൾ ആരംഭിക്കും. മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവ നടക്കും. വരാക്കര കരുവാപ്പടി ഭാരതീയ പട്ടികജാതി കലാക്ഷേത്രം സർവീസ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗവും പൊതുസമ്മേളനവും ഞായറാഴ്ച നടക്കും. രാവിലെ 9 മണ്ണമ്പേട്ട ആമ്പല്ലൂർ സർവീസ് സഹകരണ സംഘം ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷിക പൊതുയോഗത്തിൽ സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷത വഹിക്കും. തുടർന്ന് 11 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിക്കും. സംഘം പ്രസിഡന്റ് NV അയ്യപ്പൻ അധ്യക്ഷനാകും. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷവും ബലിതർപ്പണവും
ഫെബ്രുവരി 26 ബുധനാഴ്ച വൈകിട്ട് നടക്കും. വൈകിട്ട് 6:30 ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറും. രാത്രി 12 മുതൽ ക്ഷേത്ര നടപ്പന്തലിൽ ബലിതർപ്പണവും ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള വിശാലമായ ജലാശയത്തിൽ സ്നാനവും നിർവഹിക്കാം. ക്ഷേത്ര മേൽശാന്തി PV മനോജ്, കീഴ്ശാന്തി ബൈജു എന്നിവർ ബലിതർപ്പണത്തിന് കാർമ്മികത്വം വഹിക്കും. വാടാനപ്പള്ളി ചിലങ്കയിൽ ഇതര സംസ്ഥാന തൊഴിലാളി കഞ്ചാവുമായി അറസ്റ്റിൽ. വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് മഹള ശരൺപര സ്വദേശി 27 വയസ്സുള്ള ലാൽറ്റുവിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ശനിയാഴ്ച പുലർച്ചെ 12:30 ചിലങ്ക സെന്ററിന് സമീപം നിന്നിരുന്ന ലാൽറ്റുവിനെ സംശയം തോന്നി പരിശോധിച്ചതിൽ നിന്നാണ് പോലീസ് കഞ്ചാവ് കണ്ടെടുത്തത്. കൽപ്പണി തൊഴിലാളിയായ ഇയാൾ വാടാനപ്പള്ളി ഭാഗത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനാണ് ചിലങ്ക ഭാഗത്ത് എത്തിയത്. ഇയാൾക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്നവരെ കുറിച്ച് അന്വേഷിച്ചു വരുന്നതായി പോലീസ് അറിയിച്ചു. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ BS ബിനു, സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് റാഫി, സിവിൽ പോലീസ് ഓഫീസർ അലി, ഗ്രേഡ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഫിറോസ്, അരുൺ, സിവിൽ പോലീസ് ഓഫീസർ ഷിജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഫീൽഡ് ഓഫീസർ NR സുനീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്റർ തസ്തികയിലേക്ക് പ്രതിമാസം ഹോണറേറിയം വ്യവസ്ഥയിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വനിതാ വികസന പ്രവർത്തനങ്ങളും ജാഗ്രതാ സമിതി, GRCകൾ തുടങ്ങിയ വിവിധ സംവിധാനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിനുമായി വിമൻ സ്റ്റഡീസ്, ജെൻഡർ സ്റ്റഡീസ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ബിരുദാനന്തര ബിരുദമുള്ളവരെയാണ് പരിഗണിക്കുന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെടുക. അപേക്ഷ നേരിട്ടോ തപാൽ മുഖേനയോ മാർച്ച് 10-നകം സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8075845372. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,045 രൂപ, പവന് 64,360 രൂപ. നന്ദിപുലം കല്ലിങ്ങപ്പുറം ജാനകി അന്തരിച്ചു. 94 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കോരുകുട്ടിയാണ് ഭർത്താവ്. രാമചന്ദ്രൻ, നാരായണൻ, ഓമന, രാധ, ബിന്ദു എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്ന് കോടികൾ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തി ഉടമകൾ മുങ്ങി. ബില്യൺ ബീസിനെതിരെ പരാതി. ന്യൂമോണിയ ബാധിച്ച് പേരാമ്പ്ര സ്വദേശി മരിച്ചു. വടക്കൻ വീട്ടിൽ ജോസാണ് മരിച്ചത്. അളഗപ്പനഗർ പഞ്ചായത്തിലെ പാലക്കുന്ന് ആമക്കോട് മേഖലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 20ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ ചുമതലയേറ്റു. തൃക്കൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലെ ആയുഷ്മാൻ ആരോഗ്യ മന്ദിറിന്റെ നിർമ്മാണോദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂളിലെ വാർഷികാഘോഷം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ വയോജനങ്ങളുടെ ക്ഷേമത്തിനും സഹായങ്ങൾക്കുമായി വെണ്ടൂർ ഗോൾഡൻ ഏജ് കെയറിന്റെ സേവനങ്ങൾ ഞായറാഴ്ച മുതൽ തുടങ്ങുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.